നമസ്കാരം. ഇന്നത്തെ കാലത്ത് നമ്മുടെ ബലഹീനതകൾ മനസ്സിലാക്കി നമ്മളുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു ഇണയെ അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളിയെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമാണ്. അത്തരത്തിലുള്ള സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിയുടെ വിവാഹം ആലോചിച്ചു, കല്യാണം എല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് ഈ കല്യാണം ഉറപ്പിച്ച പയ്യൻ ഒരു ആക്സിഡൻറ്റിൽ പെടുകയും അവൻ്റെ ഒരു കൈ പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്തു. ഷോൾഡറിന് താഴെ വെച്ച് കൈ മുറിച്ച് കളയേണ്ട അവസ്ഥയിലേക്ക് എത്തി. അവൻ്റെ വീട്ടുകാർ മുൻകൈ എടുത്തിട്ട് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറി. കാരണം ആ ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം നശിപ്പിക്കേണ്ട, ഒരു കൈയുള്ള ഒരാളുടെ കൂടെ ജീവിക്കേണ്ട എന്ന് കരുതിയിട്ട്. അപ്പോൾ പയ്യനെടുത്ത തീരുമാനമാണ് അവൻ്റെ അപ്പൻ വന്നിട്ട് വീട്ടുകാരോടൊക്കെ അറിയിച്ചു. ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പക്ഷേ ഈ പെൺകുട്ടി ഹോസ്പിറ്റലിൽ വരികയും ഈ പയ്യനെ നേരിട്ട് കാണുകയും അവരുടെ വീട്ടുകാരെ കാണുകയും ചെയ്തു. പെൺകുട്ടിയുടെ അപ്പനെല്ലാം വന്നു. എന്നിട്ട് പെൺകുട്ടി പറഞ്ഞു, ജാതകപ്രകാരം എല്ലാം ഓക്കെയാണ്, നമ്മൾ തമ്മിൽ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കൊരു കൈ ഉണ്ടായാലും എന്നാ, കൈ ഇല്ലാലും എന്നാ, ഞാനതല്ല നോക്കുന്നു. ഇനിയിപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത് ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ? ഇനി അതല്ല, തിരിച്ച് എനിക്കാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നെ കളയുമോ എന്ന് ചോദിച്ചു. അവരാകപ്പാടെ കൺഫ്യൂഷനായി. അങ്ങനെ ഈ നിശ്ചയിച്ചിരുന്ന കല്യാണം കുറച്ച് നാളത്തേക്കൂടെ മാറ്റി വെച്ചിട്ട് കൈയെല്ലാം സുഖമായ ശേഷം ആ പയ്യൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. വളരെ നല്ലൊരു കുടുംബജീവിതം അവർ നയിക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കുമായിരുന്നു, എന്തോരോ ആർഭാടത്തിൽ കല്യാണം നടക്കുന്ന പല കല്യാണങ്ങളും ചിലത് ഒരു മാസം പോലും നിലനിൽക്കാതെ പോകുന്നുണ്ട്. പരസ്പരം ധാരണയില്ല, പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവത്തില്ല. ഒരാളുടെ കുറവ് മറ്റേ കുറവ് ഇപ്പുറത്തെ ആളും പറഞ്ഞ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കല്യാണം വളരെ ആർഭാടമായി എൻ്റെ അറിവ് കഴിഞ്ഞതാണ്. കറക്റ്റ് 28ാമത് ദിവസം അവർ ഡിവോഴ്സിന് ഫയൽ ചെയ്തു. കാര്യം എന്തോ ഇവർ തമ്മിൽ, ചെറുക്കനും പെണ്ണും തമ്മിൽ അത് ചേർന്ന് പോകുന്നില്ല. രണ്ടുപേരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല റെപ്യൂട്ടഡ് ഫാമിലിയാണ്, എല്ലാം ഭയങ്കര സാമ്പത്തികമൊക്കെ ഉള്ള ഫാമിലിയാണ്. പക്ഷേ ചെറുക്കനും പെണ്ണും ഒത്തുചേർന്ന പോലെ 29ാം ദിവസം, ഒരു മാസം തികച്ചില്ല, കല്യാണം കഴിഞ്ഞ് ഒരു മാസം തികയുന്നതിന് മുമ്പ് അവർ ഡിവോഴ്സിന് ഫയൽ ചെയ്തു. അങ്ങനെയുള്ള ഇത്തരം ആൾക്കാരെ കണ്ടുപിടിക്കണം. നമ്മുടെ ജീവിത പങ്കാളിക്ക് പല കുറവുകൾ കാണും. അത് സഹിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പം അവിടെ സ്നേഹം ഉണ്ടാവും. താങ്ക് യു.